ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വൈൽഡ് മിനിസ്റ്ററിലോട്ട് പോവാണ്. അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പം അവൾ നാട്ടിൽ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയിട്ട് വന്നപ്പം എൻ്റെ ഒരു അത്യാവശ്യമുള്ളൊരു സാധനം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് മേടിക്കാനും കൂടിയാണ് ഇന്ന് വൈൽഡ് മിനിസ്റ്ററിലോട്ട് പോകുന്നത്. ഞാൻ തനിയേ ഇന്ന് യാത്രയിൽ. ഏകദേശം 8:45 8:45 9 മണിയായി. ഞാൻ രാവിലെ 11 മണിയായപ്പം ഓക്സ്ബർഗിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം രാത്രിയായി. ഇപ്പോൾ വണ്ടിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ താനും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ എത്തി. ഇപ്പോൾ അപ്പുറത്ത് ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് അവിടെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് കൈമാറുവാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് റിങ്കിൾ തന്ന ഗിഫ്റ്റ്. എനിക്കറിയില്ലായിരുന്നു ക്രിസ്മസ് ഫ്രണ്ടിനെ ഇവിടെ കൊടുക്കുന്നു. ഞാനൊന്നിട്ട് പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല. ഇനി നാളെ നമുക്ക് മേടിക്കാവേ. അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ റിങ്കിൾ താമസിക്കുന്ന വീട്ടിൽ അവർ ഒരു 3, 4, 5 ഫ്രണ്ട്സ് ചേർന്ന് വീടെടുത്ത് താമസിക്കുവാണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് അവർ എല്ലാവരുടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ്, നമ്മുടെ പുളിശ്ശേരി, അച്ചാർ, ഇഞ്ചിക്കറി, ചീരത്തോരൻ, മുട്ട പൊരിച്ചത്, മുളക് ഉള്ളിയും ഉടച്ചത് ഒക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് അപ്പം ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകണം കേട്ടോ. ഇനി നാളെ രാവിലെ കാണാവേ. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഉറക്കം എഴുന്നേറ്റതേ ഉള്ളൂ ഞാൻ. അപ്പം ഇന്നിവിടെ ഇവരെല്ലാവരും ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പം ഇന്ന് ഇവിടുത്തെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെ എല്ലാം കൂടെ പ്രോഗ്രാം ഇന്ന് വെച്ചേക്കാം. ഇവിടെ താഴെ നല്ല കുക്കിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ നമുക്ക് പോയി നോക്കാം. ഞാനിപ്പോൾ എനിക്ക് പല്ല് തേക്കണം. ഇന്ന് എനിക്ക് ഷോപ്പ് വരെ പോകണം. ഇന്ന് 12 മണി വരെ ഉള്ളൂ ഷോപ്പ്, ന്യൂ ഇയർ പ്രമാണിച്ചിട്ട്. അപ്പം ഷോപ്പിൽ വരെ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം. ഇത് ഇവരുടെ മുകളിലത്തെ ഫ്ലോറാണ്. ഇവിടെ ആയിരുന്നു ഞാൻ ഇന്നലെ കിടന്നത്. ഇവിടെ ഞാനിരുന്ന സ്ഥലം ഒരു ലിവിങ് റൂം പോലെ ഒരു ചെറിയൊരു സ്പേസ്. പിന്നെ ഇവിടെ 2 റൂമുണ്ട് മുകളിൽ. പിന്നെ താഴോട്ട് ഒരു സ്റ്റെയർ. താഴോട്ട് ഇറങ്ങി പോകുന്ന സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വേറൊരാളുടെ റൂമാണ്. പിന്നെ ഒരു ചെറിയൊരു കോറിഡോർ. ഇത് ഒരാളുടെ റൂം. കോറിഡോർ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ബാത്റൂമുണ്ട്. ഇതുണ്ടോ, ഇവരുടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ്. ഇവർക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് ഇവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ കിച്ചണാണ്. ഇവിടെ നല്ല കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇന്നിവിടെ അപ്പവും സ്റ്റൂവും കപ്പ ചിക്കൻ കറിയൊക്കെയാണ് രാവിലെ കഴിക്കാൻ. ഉച്ചയ്ക്ക് ബിരിയാണിയോ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇത് വേറൊരാളുടെ റൂം. ഇത് പുറത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല കാമായിട്ടുള്ളൊരു ഏരിയയാണ്. ഇതാണ് റിങ്കിളുടെ വീട്. അവിടുന്ന് ഞങ്ങളിപ്പം ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഷോപ്പിലോട്ട് പോകാൻ വേണ്ടി വരുന്നു. റവയും 12 മണി വരെ ഉണ്ടെന്നാണ് കേട്ടത്. പക്ഷേ ഉണ്ടോ പോലും അറിയത്തില്ല. ഇത് 12 മണി വരെ ഉണ്ടാണ്. ഈ ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ടല്ലോ. എന്ത് ബീഫിൻ്റെ എന്താ കടയിൽ ബീഫ് അവിടെ നിന്നുള്ള. ഇന്ന് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇവിടെയുള്ള എല്ലാ ഷോപ്പുകളും 12 മണി വരെ ഉള്ളൂ. ഇവിടെ നല്ല എനിക്ക് തോന്നുന്നു പൊതുവെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. 12 മണി വരെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോയലോട്ട് പോവുകയാണ്. റോയലോട്ട് പോകാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ അവിടെ ഒരു അൽദി കണ്ടു. അപ്പോൾ പിന്നെ വിചാരിച്ചു അൽദിയിലോട്ട് പോകാമെന്ന്. ആക്ച്വലി ഞാൻ റിങ്കിളിന് എന്തെങ്കിലും മേടിക്കാം, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് റിങ്കിളിനെ വിളിച്ചുകൊണ്ട് പോകണം. ആക്ച്വലി അത് റിങ്കിളിന് അറിയത്തില്ല. ഞാൻ ഇന്നലെ വന്നപ്പോൾ ഒരുപാട് രാത്രി ലേറ്റ് ആയതുകൊണ്ട് എനിക്കൊന്നും മേടിക്കാൻ പറ്റില്ല. കടയൊന്നും തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ റിങ്കിളിനെയും കൊണ്ട് എനിക്ക് സാധനം മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവാണ് കേട്ടോ. ഫാർമസി ഉണ്ട്.
പോകുന്ന വഴി കഴിക്കാൻ എന്തെങ്കിലും സാധനം മേടിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിങ്കിളിനെ വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ റിങ്കിളിന് ഇത് അറിയത്തില്ല, സർപ്രൈസാണ്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഹൽദി. അടുത്ത് തന്നെ റവയുണ്ട്, ഇതിനടുത്തൊരു ഫാർമസി ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഓക്സ്ബുർഗ് പോലെ തന്നെ ഏകദേശം, പക്ഷെ അതിനേക്കാളും ഒരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. നല്ല കാമായിട്ടൊരു സ്ഥലമാണ്. എനിക്കിഷ്ടപ്പെട്ടു വൈൽമിൻസ്റ്റർ. പക്ഷെ അവൾ പറയുന്നത് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബസ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നതെന്നാണ് പറഞ്ഞത്. കാര്യം സിറ്റിയിലോട്ട് പോകാനൊക്കെ ചില സമയങ്ങളിലൊക്കെ വണ്ടി കൃത്യനിഷ്ഠത ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വണ്ടി കിട്ടിയെന്ന് വരും, കിട്ടിയില്ല എന്ന് വരും. അങ്ങനെ ഒരു പ്രശ്നം ഒഴിച്ച് ബാക്കി കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഹൽദിയിലെത്തി. അപ്പം എനിക്ക് ഇന്ന് 12 മണിക്ക് തന്നെ തിരിച്ചു പോകണം. എനിക്ക് 12 മണിക്ക് ബസ്സുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഹൽദിയിലോട്ട് പോവാണ്. ഹൽദിയുടെ കോമ്പൗണ്ടിലെത്തി. ഒരുപാട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാൽ അത്യാവശ്യം ആളുകൾ സാധനങ്ങൾ മേടിക്കാൻ വന്നിട്ടുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹൽദിക്കകത്തോട്ട് കയറുവാണേ. അപ്പോൾ പോൾ വന്നിട്ട് കാണാം ഇനി. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഹൽദിയിൽ നിന്ന് ഇറങ്ങി സാധനമൊക്കെ മേടിച്ച് ശോകമായിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, എന്നാലും നമ്മൾ വന്നുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് ഉടനെ തിരിക്കും. 12 മണിക്ക് മുമ്പ് ഞാൻ ഇവിടുന്ന് പോകണം ഫ്രാങ്ക്ഫൂട്ടിലോട്ട്. ഒരു ഫ്രാങ്ക്ഫൂട്ടിലോട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ വരില്ലേ? 4 മണിയാകുമ്പോൾ അവിടെ എത്തണം. 4 മണിക്കുമ്പോൾ അവിടെ ചെല്ലത്തില്ലേ? അങ്ങോട്ടില്ലേ ഇങ്ങോട്ട്? ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കുറച്ച് സ്വീറ്റ്സ് മതി എന്ന് പറഞ്ഞപ്പം ഞാൻ 2 ബോക്സ് ഐസ്ക്രീമും സ്വീറ്റ്സും മേടിച്ചു എൻ്റെ വകയായിട്ട്. ആക്ച്വലി നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ല. ഏതായാലും ഹാപ്പിയായി ഞാനും. കാര്യം ഇന്ന് ഷോപ്പില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് അവർക്കൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് സങ്കടമായേനെ. അങ്ങനെ ഏതായാലും ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് പെട്ടെന്ന് പോവാണ്. ചെന്നിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കഴിച്ചിട്ട് ഉടനെ തന്നെ ഇറങ്ങണം, അധികം സമയമില്ല. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പെട്ടെന്ന് നടക്കുക. റിങ്കിൾ വെച്ച് പിടിക്കുവാണ് കേട്ടോ സ്പീഡിൽ. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാവേ. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് അവിടെ വരുന്ന പിള്ളേരുണ്ടല്ലോ. എന്നാലും നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. കുറേ പിള്ളേരുണ്ട്. അപ്പോൾ അവർ നേഴ്സിംഗ് പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവർ അവിടെ വരാറുണ്ട്. അപ്പോൾ അവരിവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് അവർ അവിടെ വരും. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ നമുക്ക് കാണാം. ഈ വൈറ്റ് കളറിലെ ടെൻറ്റ് കണ്ടോ, അത് സ്കേറ്റിങ്ങിൻ്റെ സ്ഥലമാണെന്നാണ് അവൾ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടെ. എല്ലാം ഉണ്ടാക്കിയത് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റതാ. ഇത് ഫേമസാ. വല്ലാത്തൊരു ഫേമസായി എല്ലാരും ഒരു ഫുഡ് കഴിക്കാണ്ട് മാത്രം അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ട് നല്ല അപ്പവും ചിക്കൻ സ്റ്റൂവും ചിക്കൻ കറിയും ഉണ്ട്. നല്ല അപ്പവും നല്ല സ്റ്റൂ ആയിരുന്നു കേട്ടോ. ഇപ്പം പറയുമ്പോഴും എൻ്റെ നാവിൽ ആ സ്വാദുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്റ്റൂ ആയിരുന്നു. നല്ല സോഫ്റ്റ് അപ്പവും അതെല്ലാം കഴിച്ചു. ഇങ്ങോട്ട് അടുത്ത് പിടിച്ചല്ല പോകും കഴിയുന്നു. ചാറ് മാത്രം മതി. ഞാനെൻ്റെ കപ്പ കഴിക്കാൻ പോവാണ്. കപ്പയും ഈ റെഡ് കളറിലെ ചിക്കൻ കറിയും അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ അടുത്തിരുന്ന ആ കൊച്ചുണ്ടല്ലോ, അവനാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയത്. ആ ബ്ലാക്ക് ഉടുപ്പിട്ടവൻ നല്ല കുക്കാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി കുറച്ച് സമയം ഞാൻ
അവരോട് ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചു. ബീഫ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം ബീഫ് അരിഞ്ഞു കൊടുക്കുവാണ്. ഞാൻ അധികം ഹെൽപ്പൊന്നും ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പം ഞാനും അവർക്ക് കൂടെ കുറച്ച് സമയം ഇരുന്നു. ഞാനിപ്പോൾ തന്നെ ഇറങ്ങും ഇനി. റിങ്കിൾ എനിക്ക് കൊണ്ടുപോകാൻ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുവാണ്. അപ്പോൾ ഒരു നല്ല ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ ഹാപ്പിയായി. അടിപൊളി. അത് ഇതാക്കിയതാ തുന്നി അപ്പോൾ ഇവിടെ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ക്രിസ്മസ് എനിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഇപ്പം ഞാനിവിടെ യാത്ര പറയുകയാണ് എല്ലാവരോടും. അപ്പോൾ താങ്ക് യു ഓൾ. ബൈ. അപ്പോൾ ഞാനിവിടെ വണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ വണ്ടി 1:07 വരുമെന്നാണ് ഇതിനകത്ത് എഴുതിയിരുന്നത്. പക്ഷേ 1:07 ഇതുവരെ വണ്ടി വന്നില്ല. ഇനി 2:30 അടുത്ത ബസ്സുള്ളൂ. അപ്പോൾ എനിക്കിനി ഫ്രാങ്ക്ഫർട്ടിൽ 4 മണിക്കായിരുന്നു എത്തേണ്ടത്. പക്ഷെ അത് മിസ്സായി. ഇനിയിപ്പോൾ ഞാൻ ഡയറക്റ്റ് സീഗനിലോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അത് DB ആപ്പിൽ കാണിച്ചേക്കുന്നത് 3:09 വണ്ടി. പിന്നെ അതിന് പോകാൻ വേണ്ടി വിചാരിച്ചിരിക്കും. ശോകമാണ് ഇവിടുത്തെ ബസ് സർവീസും. ഇന്നലെ എനിക്ക് ഇതേപോലെ പറ്റിയായിരുന്നു. ഫ്രാങ്ക്ഫർട്ടിൽ വന്നപ്പം വണ്ടി ഇതേപോലെ കുറേ സമയം ഇവിടെ പിടിച്ചിട്ട് അങ്ങനെ എനിക്ക് അന്ന് ഫ്രാങ്ക്ഫർട്ട് ഹോപ്പ് ടു വൺഹോപ്പിലോട്ട് പോകേണ്ടതായിരുന്നു. അത് വെസ്റ്റിൽ കൊണ്ടുവന്ന് പിടിച്ചിട്ട് വണ്ടി മിസ്സായി, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വണ്ടി പോയോ അതോ ഇനി ലേറ്റായോ വരത്തോളോ എന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളതുകൊണ്ട് റിങ്കിൾ പറഞ്ഞു 2 മണിക്കല്ലേ ബസ്സുള്ളൂ, ഇനി അതൊരു ബസ് സ്റ്റാൻഡിൽ ഇരിക്കേണ്ട, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, തിരിച്ച് വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. കുറച്ചങ്ങോട്ട് മുമ്പോട്ട് നടന്നപ്പം കാണാം വണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഏതായാലും ചാടി പിടിച്ച് വണ്ടിക്കകത്ത് കയറി. അപ്പോൾ നമ്മൾ തിരിച്ച് ഓക്സ്ബർഗിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകൾ കാണാം. ഈ മരങ്ങളുടെ ചില്ലകളിലൊക്കെ വൈറ്റ് കളറിലിരിക്കുന്നതൊന്നും പൂത്ത് നിൽക്കുന്നതല്ല, മഞ്ഞ് വീണ് കിടക്കുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ പൂത്ത് നിൽക്കുന്ന ഓണം തോന്നും, പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ ഇവിടെ ട്രോയ്സ്ലിംഗൻ, വൈൽമിൻസ്റ്റർ, വൈൽബർഗ് ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മൾ ഓക്സ്ബർഗിലെത്തി. ഓക്സ്ബർഗിൽ ഇനിയിപ്പോൾ ഞാൻ ഇന്നിങ്ങൻ സ്ട്രാസയിലോട്ടുള്ള വണ്ടി കയറാൻ നിൽക്കുവാണ്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് മാക്സിമം നമ്മുടെ വീട്ടിലോട്ട് ബസ് കിട്ടി എത്താൻ. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ കയറുവാണ്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി, വന്നു, ഫ്രഷായി. റിങ്കിൾ തന്ന ഗിഫ്റ്റൊക്കെ ഒന്ന് തൂക്കിയിട്ടു. കഴിഞ്ഞ ദിവസം നല്ല അടിപൊളി, എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ട് പിടിച്ചിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഓൾ.